ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രകാശ് സർ, ഡോക്ടർ സുനിൽ, ഡോക്ടർ നരഹരി സർ, ഇവിടെ കൂടിയിരിക്കുന്ന കൗമുദി നേത്രാലയത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇനി എന്തെങ്കിലും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ റൂട്ടിൽ എവിടെയാണോ നമ്മൾ ടച്ച് ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ സാറും ഇതിനു മുമ്പുള്ള സ്പീക്കർമാരും വിശദീകരിച്ചിട്ടുണ്ട്. എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എമ്പതി വേഴ്സസ് കമ്പാഷൻ ഇൻ മെഡിക്കൽ പ്രാക്ടീസ്, അതും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് എമ്പതി എന്ന് പറഞ്ഞാൽ റിസീവ് ഇൻ യുവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ദാറ്റ് ഈസ് എമ്പതി. ആൻഡ് വാട്ട് ഈസ് കമ്പാഷൻ? ഗിവ് others from your heart. From my heart I give others. So empathy and compassion is all about receiving in the heart and giving from the heart. I think it is very simple. And our whole life, the purpose of life can be embellished by this two process. Then the question comes, എങ്ങനെയാണ് റിസീവ് ചെയ്യുക? ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് റിസീവ് ചെയ്യുക? ഇവിടെ പറഞ്ഞു, അതും ലിസണിങ്, കേൾക്കുക. പക്ഷെ കേൾക്കുക മാത്രമല്ല, ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫീലിംഗ്. കാര്യങ്ങൾ പറയുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫീലിംഗ് ബിഹൈൻഡ് ദി വേർഡ്സ് ഓഫ് സംബഡി. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കിൻ്റെ പുറകിലുള്ള ഫീലിംഗ്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ സംസാരിക്കുന്നു, അതുകൂടി നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി നീഡ് ബിഹൈൻഡ് ഹിം ഓർ ഹെർ ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്, ടു എക്സ്പ്രസ് ലൈക്ക് ദാറ്റ്, അത് നമ്മൾ റിസീവ് ചെയ്യുക. അതുപോലെ നമ്മൾക്ക് കണ്ണുണ്ട്, കണ്ണ് കാണാൻ വേണ്ടി മാത്രമല്ല, ഐ ആൾസോ റിസീവ്സ്. ത്രൂ ഐസ് വി ക്യാൻ റിസീവ് മെനി തിങ്സ് ടു അവർ ഹാർട്ട്. എൻ്റെ ഒരു വേദന, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രയാസങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ? എൻ്റെ പ്രയാസം ഞാനൊന്നും പറയുന്നും വേണ്ട, സംസാരത്തോടെ പറയണ്ട, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും വാട്ട് ഈസ് മൈ പ്രോബ്ലം എന്നാവും. എൻ്റെ വിഷമത്താണ്, എനിക്കിപ്പം വിശക്കുന്നുണ്ട്, ഇപ്പോൾ നല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഫീലിംഗ് വരുന്നത് ഈ ലിസണിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വിത്ത് ഐസ് ഓൾസോ വി ക്യാൻ ലിസൺ. ഒബ്സർവേഷൻ, കീൻ ഒബ്സർവേഷൻ. ദാറ്റ് ആൾസോ വിത്തൗട്ട് ഫോഴ്സ്ലെസ്, നമ്മൾ ഇഫേർട്ട്ലെസ് ലിസണിങ് വിത്ത് എ ഓപ്പൺ ഹാർട്ട്. അതാണ് ഹാർട്ട് വരുമ്പോൾ അവിടെ ദർ ഇസ് നോ ഇഫേർട്ട്. വെൻ ദി മൈൻഡ് കംസ് യു ഹാവ് ടു ഫോക്കസ്, യു ഹാവ് ടു ടേക്ക് സ്ട്രെയിൻ ടു അണ്ടർസ്റ്റാൻഡ് സംബഡി. വി ഹാവ് ടു ഫോക്കസ്, സ്ട്രെയിൻ ഉപയോഗിക്കണം. പക്ഷേ ഫ്രം ദി വെൻ യു ആർ ഓപ്പൺ ടു യുവർ ഹാർട്ട്, ജസ്റ്റ് യു റിസീവ്സ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്, അബ്സോർബ്സ് the surrounding, others feeling, others problems, everything will come to our heart. That empathy, that empathetic listening, that is true. നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണമെന്നില്ല, സഹായിക്കാനുള്ളൊരു മനോഭാവം നമ്മൾ ഉള്ളിലുണ്ടായാൽ തന്നെ ഇറ്റ് വിൽ ഡിക്രീസ് ദ ബേർഡൻ. നേരത്തെ പറഞ്ഞു, സാറ് പറഞ്ഞു, വാസുദേവൻ്റെ കാര്യം പറഞ്ഞു സ്റ്റോറിയിലത്തെ. അത് മാത്രം നമ്മൾ പറയാനുള്ള കാര്യം, ഒരാൾ ലിസൺ വിത്ത് ഇൻറ്റൻഷൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദി ഫീലിംഗ് ബിഹൈൻഡ്. നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കി തന്നെ അവരുടെ പ്രശ്നം ഒരുപാട് തീർന്നു. നമ്മൾ അവർക്ക് സൊല്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ്. ഞാൻ തുടക്കത്തിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യുക, ഐ തോട്ട് ദാറ്റ് ഐ ആം വെരി എംപതറ്റിക് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. എല്ലാവരോടും ഭയങ്കരമായിട്ട് അവരെ സമാധാനിപ്പിക്കുക, സോളൈസ് ചെയ്യുക, കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ ചില എക്സ്പീരിയൻസ് മറ്റുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, നീ ഇതേ കരയുന്നു, ഞാൻ അന്നേരം കരഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുക. അതാണ് എമ്പതി എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്നത് മാറി. അതല്ല, നമ്മൾ അവരെ സഹായിക്കുകയോ
ഈ സമാധാന വാക്കുകളൊന്നും ആരും സമാധാനിപ്പിക്കില്ല. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് പറയാനുള്ളത് മുഴുവൻ, അവരുടെ ഫീലിംഗ് മുഴുവൻ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കണം. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എവിടെയെങ്കിലും ചെന്ന് പതിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവണം. അതിനുള്ളൊരു ഇൻസ്ട്രുമെൻ്റായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വി ഓപ്പൺ അവർ ഹാർട്ട് ആൻഡ് റിസീവ് അതേഴ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വി കണക്ട് ടു അവർ ഹാർട്ട് ആൻഡ് ജസ്റ്റ് ലിസണിങ്. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്തോളൂ, നമ്മൾ സോൾവ് ചെയ്യാമെന്ന് പോണ്ട. അതുപോലെ കമ്പാഷൻ, ഗിവിങ് ഫ്രം ദി ഹാർട്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭൗതികമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റലക്ച്വൽ ഉപയോഗിച്ചിട്ടോ അനലൈസ് ചെയ്തിട്ടോ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ഹാവ് മച്ച് ഇമ്പാക്റ്റ് ഉണ്ട്. പ്രോബ്ലം മേ ബി സോൾവ്ഡ്, പക്ഷെ ആ മനുഷ്യന് മനസ്സമാനം ഉണ്ടാവുന്നില്ല, അദ്ദേഹത്തിന് ഒരു പീസ് ഓഫ് മൈൻഡും റിലാക്സേഷനും ഒന്നും ഉണ്ടാവും. പക്ഷേ ഇഫ് യു കണക്ട് വിത്ത് യുവർ ഹാർട്ട് ആൻഡ് ഡു ദിസ് ഹെൽപ്പ് ദി അതർ പേഴ്സൺ, ഗിവ് ഫ്രം യുവർ ഹാർട്ട്, നോട്ട് മണി. മണി കൊടുക്കണമെന്നല്ല പറഞ്ഞത്. യു ഗിവ് യുവർ ടൈം. ഒരാൾ സംസാരിക്കുമ്പോൾ യു ഗിവ് യുവർ ടൈം ടു ലിസൺ. നമ്മൾ മുമ്പൊക്കെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പുറത്ത് കുറേ ടോക്കൺ ഉണ്ടാവും. അവർ വരുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇന്നതാണ് രോഗമെന്ന്. കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ടൊരു രോഗി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കധികം എക്സാമിൻ ചെയ്യും വേണ്ട, ഒന്നും വേണ്ട, കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് സംസാരിക്കും വേണ്ട എന്നാണ്. പക്ഷേ അവർക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും. ആ കൺജങ്ക്റ്റിവൈറ്റിസിൻ്റെ പുറകിൽ ഒരുപാട് കഥ അവർക്ക് പറയാനുണ്ടാവും. അവർക്കറിയില്ല ഇത് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്, അവർക്കിത് വേറെ എന്തെങ്കിലും രോഗമാവാം. തൊട്ടടുത്ത വീട്ടിൽ ഇതേപോലെ കണ്ണു ചുവപ്പുള്ള രോഗിക്ക് വേറെ എന്തെങ്കിലും കാര്യമായ സീരിയസ് അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം ക്ലിയർ വി ആർ, നമ്മളെ നല്ല പെർഫെക്റ്റ് ഫിസിഷ്യൻസാണ് നമ്മൾ. രോഗി കയറുമ്പോൾ തന്നെ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റി, ട്രീറ്റ്മെൻറ്റ് പറയാം, മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് മരുന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളും എന്ന് പറഞ്ഞാൽ വിടാം. പക്ഷേ രോഗിക്ക് മരുന്നിൻ്റെ ലിസ്റ്റോ മരുന്നിൻ്റെ പേരോ ഉള്ളത് അവർക്ക് ആവശ്യം. യു ഹാവ് ടു സ്പീക്ക് ഔട്ട് ഫ്രം ദർ ഹാർട്ട്. അപ്പോൾ അത് പറഞ്ഞ് തീരുന്നവരെ നമ്മൾ ക്ഷമിച്ച് ഒരു ഡോക്ടർ നിലയിൽ, ഇതാണ് ഞാൻ പഠിച്ചത്. ഈ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ വന്ന ശേഷം എന്നിൽ വന്ന മാറ്റം ഇതാണ്. ഞാൻ ഒ പിയിലേക്ക് ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് പേഷ്യൻസ് ആണ്. അപ്പം ഞങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ കുറേ ആളിങ്ങനെ സംസാരിച്ചു കൊടുക്കുന്ന സമയം അങ്ങ് പോയില്ല, എത്ര ഹൗ യു ഫിനിഷ് യുവർ ഒ പി. അപ്പോൾ ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ് ചോദിച്ചു, അവരിത് ചെയ്തുകൊണ്ടാൽ അപ്പോൾ അവർക്ക് ഒ പി തീരുവ, എല്ലാം പണി തീർക്കേണ്ടത്. നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ദേ വിൽ സ്പീക്ക് ഓൺലി റെലവൻറ്റ് തിങ്സ്. ഇറലവൻറ്റ് തിങ്സ് ഒന്നും അവർ പറയില്ല. എന്താണ് പറയേണ്ടത് അത് മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ ആ പറഞ്ഞ് കഴിയുമ്പോഴേക്കും ദേ വിൽ ബി റിലീഫ്ഡ് ഓഫ് 90%. ഏതൊരു രോഗം വന്നാലും 10% മാത്രം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, 90% ദിസ് എംപതറ്റിക്കൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ. അത് ഡോക്ടർമാർ മാത്രമല്ല, നഴ്സിംഗ് സ്റ്റാഫ് ആയാലും പാരാമെഡിക്കൽ സ്റ്റാഫ് ആയാലും ഫാർമസിയിലുള്ളവരായാലും ഓപ്റ്റിക്കൽ ഷോപ്പിലുള്ളവരായാലും ആർക്കും, ഈവൺ ദി അറ്റൻഡേഴ്സ്. ഒരു പേഷ്യൻ്റ് ഒരു ഫോൺ ചെയ്തു, നാളെ ഡോക്ടർ സുനിൽ കേൾക്കുമ്പോൾ തന്നെ ഡോക്ടർ 4 ദിവസം ലീവാണ്, ഫോൺ വെച്ച് കഴിഞ്ഞു ഇല്ലേ. അദ്ദേഹത്തിന് ഞാൻ ഇല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അതായത് പറയാനുണ്ടാവും എന്തെങ്കിലും, ഇനി എപ്പോഴാണ് വരിക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ എവിടെ കാണാൻ പറ്റും, എന്തെങ്കിലും മറ്റെന്തെങ്കിലും പറയാനുണ്ടാവും. ആ ഒരു കുറച്ച് സമയം നമ്മൾ സമയം കൊടുക്കുക. അതാണ് ഗിവിങ് ഫ്രം ദി ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് അല്പം സമയം കൊടുക്കുക. വേറെ നിങ്ങളെ പൈസ ആയിരിക്കും വേണ്ട, നിങ്ങൾ ഒന്നും വേണ്ട, സഹായം വേണ്ട, ഒന്നും വേണ്ട, അല്പം സമയം നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തൂടെ. ഒരാൾ പറയും, ഒരു രോഗി പറയുമ്പോൾ, ഇവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരാൾ ചോദിക്കുകയാണ് എവിടെയാണ് ഒ പിയിൽ പോകേണ്ട വഴി എന്ന് പറയുമ്പോൾ അതിലേ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി അല്ലേ. അതിന് പകരം ഞാൻ കാണിച്ചു തരാം. ആ ഒരു കാണിച്ചു തരുന്ന 1 മിനിറ്റ് സമയം കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെയാണ് ഞാൻ മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടുവന്ന ഇതൊക്കെ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ എൻ്റെ സ്റ്റാഫിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കില്ല. ത്രൂ ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ ഈ ആഫ്റ്റർ ത്രൂ ദി ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് ദി ചേഞ്ച് കെയിം ഇൻ മീ. ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഓട്ടോമാറ്റിക്കലി. ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിക്കുമ്പം ഞാൻ അവരെ ഒ പിയിൽ ആ തിരക്കിലാണെങ്കിലും വഴിയിൽ നിന്ന് ചോദിക്കും. അവർ ഹിയറിംഗ് ചെക്ക് ചെയ്യേണ്ട സ്ഥലം അവിടെ കുറച്ചപ്പുറത്താണ്, നമ്മളെ കണ്ണിന് മുമ്പിലൂടെ പോകും. അവരൊന്ന് ചോദിക്കും, കുട്ടി വിളിച്ചിട്ട് ഹിയറിംഗ് ചെക്ക് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്. ഞാൻ അവരെയും കൂട്ടി അവിടുത്തെ ആ ബോർഡ് കാണിച്ചു കൊടുക്കും, അവിടെ പോയാൽ മതി. കൂടെ തന്നെ ഞാൻ പോകും, ഇവിടുത്തെ അങ്ങോട്ട് പോയി കൂടി ഞാൻ പറയില്ല. അത് കാണുമ്പം എൻ്റെ സിസ്റ്റേഴ്സ്, സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് അവർ കണ്ടു. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അവരും അതേ ദേ ആർ സ്റ്റാർട്ടഡ് ഫോളോയിങ് മീ. അങ്ങനെ വരുമ്പോൾ എന്തായി, പേഷ്യൻസും ആ ഹോസ്പിറ്റൽ സ്റ്റാഫും ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഇപ്പം എൻ്റെ ഒ പിയിൽ ഇപ്പം വരുന്ന രോഗികൾ, അവർക്ക് എന്നെക്കാളും അറ്റാച്ച്മെൻറ്റ് എൻ്റെ സ്റ്റാഫിനോടാണ്. അവർ ഞാനെല്ലാം പറഞ്ഞ് പോകുമ്പോൾ മോളെ ഞാൻ പോകുന്നു,
കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിരുന്നു, നിങ്ങൾക്ക് കണ്ടില്ലല്ലോ, എന്തേ സുഖം ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ അവരുടെ സ്നേഹാന്വേഷണം നടത്തിയിട്ടാണ് ഈ രോഗികൾ പോകുന്നത്. സർജറി ചെയ്ത പേഷ്യൻസൊക്കെ ഇപ്പം വന്നാലും അവർ വന്നിട്ട് ചില സ്റ്റാഫിനെ അന്വേഷിക്കും അവരെവിടെയാണ്. ചില പ്രത്യേക സ്റ്റാഫിനെ പ്രത്യേകമായിട്ട് അന്വേഷിക്കും. അവർ ചോദിച്ച് അവരെ കണ്ടുപിടിച്ച് അവരുടെ ഒരു സ്നേഹാന്വേഷണം തട്ടിമുട്ടിയിട്ടേ അവർ പോകുള്ളൂ. ദിസ് ഈസ് ഹാർട്ട്ഫുൾ കണക്ഷൻ. ഈ ജീവിതത്തിൽ നമുക്ക് മറ്റെന്ത് വേണം? ഈ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു രോഗി വരുമ്പോൾ നമ്മൾ ജോലിയുടെ ഭാഗമായി കാണാൻ പാടില്ല. സീ ദം ആസ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരായി, എന്നെ പോലെയുള്ള മനുഷ്യൻ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്കൊരു ഹാർട്ടിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഹാർട്ട് പെട്ടെന്ന് അടിപ്പ് കൂടും. 2004 തുടങ്ങിയാണ്. ഞാൻ പല കാർഡിയോളജിസ്റ്റിനെയൊക്കെ കാണിച്ച് എന്നെ അവസാനം ഒരു വിദഗ്ധ സ്ഥലത്തേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ അവൻ്റെ ലേറ്റസ്റ്റ് ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ ഹാർട്ട് റേറ്റ് കുറക്കേണ്ട ഒരു ചെറിയ അബ്ലേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട്, അത് പോയി ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞു. അതുവരെ മെഡിക്കൽ ട്രൈ നോക്കി, മെഡിക്കലോടൊക്കെ സുഖം കിട്ടുന്നില്ല. ഞാൻ അവിടെ പോയ ശേഷം ഒരു ഡോക്ടറായ ഞാൻ എത്രയോ രോഗികളെ നോക്കിയ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയിട്ട് അവർ എന്നെ ഒരു മെഷീനായിട്ടാണ് കണ്ടത്, പ്യൂർ മെഷീൻ. എങ്ങനെയാണോ ഒരു ഫാൻ റിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്നത്, ആ ആറ്റിറ്റ്യൂഡിലാണ് ഡോക്ടേഴ്സ് എന്നെ കണ്ടത്. ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കണ്ടത്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, 2004 എക്സ്പീരിയൻസ്. അവിടെ അവർ വന്നിട്ട് എൻ്റെ പൾസ് നോക്കിയിട്ടില്ല, എന്നെ അവർ ടച്ച് ചെയ്തിട്ടില്ല. എക്കോ കാർഡിയോഗ്രാഫീൻ്റെ ആ പ്രോബ് വെച്ച് ഇങ്ങനെ വരച്ച് നോക്കിയിട്ടുണ്ട്. ദേ ഹാവ് ഡിറ്റക്റ്റഡ് വാട്ട് ഈസ് ദി പ്രോബ്ലം നോക്കാൻ വേണ്ടിയിട്ട്. ECG എടുത്തിട്ടുണ്ട്, അത് സിസ്റ്റം എടുത്തിട്ടുണ്ട്. BP വേറെ സിസ്റ്റം എടുത്തിട്ടുണ്ട്. ബ്ലഡ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും കംപ്ലീറ്റ് ഒരു മനുഷ്യൻ്റെ സിസ്റ്റത്തിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും, ബ്ലഡ് ഷുഗർ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം വളരെ നോക്കി. ഈ ഡോക്ടർ അവിടെ എന്നെ ചികിത്സിച്ച ഡോക്ടർ എൻ്റെ ശരീരം തൊട്ടിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനെയുണ്ടാവും. നമ്മളെ എവിടെയാണ് നമ്മുടെ ചികിത്സാ സിസ്റ്റം, മെഡിക്കൽ സിസ്റ്റം പുരോഗമിക്കുന്നത്? നമ്മൾ കണക്ഷൻ വേണ്ടേ? അതില്ല. ആ ഡോക്ടർ, ഞാനിങ്ങനെ കൊതിച്ചുപോയി. ഞാനൊരു ഡോക്ടർ എന്നില്ലല്ലേ പറയാണ്, ആ സമയത്ത് ഞാൻ രോഗിയായിരുന്നു. ഒന്ന് കൊതിച്ചുപോയി അയാളൊരു കൈ സ്പർശം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഒന്ന് വരും അല്ലേ? ആ സ്പർശന സുഖത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അവിടുന്ന് കഴിയുന്നവരെ വന്നില്ല. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ സമയത്തെല്ലാം നോർമലായി, എന്നോട് പറഞ്ഞു എല്ലാം ശരിയായി, ഒക്കെ ഞാൻ താങ്ക് യു പറഞ്ഞ് വീട്ടിലെത്തി. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതേ സുഖം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം ഒന്ന് കൈ മുട്ടിയിരുന്ന എൻ്റെ അസുഖം മാറുമായിരുന്നു. അതില്ലാത്തതോടാണ് ആ പ്രശ്നം എനിക്ക് തോന്നി. കാരണം നമ്മൾ ആ സ്പർശം വരുമ്പോൾ എന്നിൽക്കും ആ ഡോക്ടർക്കുള്ളൊരു കോൺഫിഡൻസ്. കാരണം എനിക്ക് സംതിങ് ഐ വാസ് റിയലി ക്രേവിങ് ഫോർ, അല്ലേ, ആ ഒരു സ്നേഹസ്പർശം. അപ്പോൾ ഇത് എന്നെ വല്ലാതെ ബാധിച്ചു. അതിനുശേഷം ആ എക്സ്പീരിയൻസ് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനിൽ വന്നത്. അത് ഡോക്ടർ സുനിൽ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് സംതിങ് ഐ വാണ്ട് ടു ഹാവ് ദാറ്റ് ഹാർട്ട് ടച്ചിങ് സം എക്സ്പീരിയൻസിനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് എനിക്ക് വേണം. കാരണം നമ്മളിത് മനസ്സുകൊണ്ട് വിചാരിച്ചാലും നമുക്ക് ഞാൻ വലിയ എമ്പതറ്റിക്കാണെന്ന് വിചാരിച്ചാൽ എമ്പതി ആവില്ല. അവർ ഇന്നർ പ്യൂരിഫിക്കേഷൻ അതില്ലാണ്ടാവില്ല എന്നതിൻ്റെ 100% ഉറപ്പാണ്. നമ്മളെ ഉള്ളിലെല്ലാം ഹെവിനെസ് ഉണ്ട്, അതൊക്കെ പോവാതെ ഇന്നർ പ്യൂരിഫിക്കേഷൻ ഇല്ലാണ്ടാവില്ല അവരെ. അപ്പോൾ അങ്ങനെ ഡോക്ടർ സുനിൽ പറഞ്ഞു, ഇങ്ങനെ സിസ്റ്റം ഉണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹി വാസ് എ റോൾ മോഡൽ ഫോർ മീ. നിങ്ങൾക്ക് ആർക്കും തന്നെ ചോദിക്കണ്ട എങ്ങനെയാണ് എമ്പത്തറ്റിക്കലാവാം, ജസ്റ്റ് സീ ഹൗ ഈസ് വർക്കിംഗ്, അല്ല. ഇവിടെയുള്ള സ്റ്റാഫിനെ ആർക്കും ഡോക്ടർ സുനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ജസ്റ്റ് ഫോളോ ഹിം. അപ്പോൾ ഇത്രമാത്രം ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ഇന്ന് കേട്ടു. ഈ ഒരു സന്ദേശം മാത്രമാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുന്നത്. ഇനിയും 1-2 പേര് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, എല്ലാവരെയും ഹൃദയം തുറക്കട്ടെ, എല്ലാവരുടെയും ഹൃദയങ്ങൾ പരസ്പരം ബന്ധിക്കാൻ കഴിയട്ടെ. ഗിവിങ് ഫ്രം ദി ഹാർട്ട്, റിസീവിങ് ഇൻ ദി ഹാർട്ട്. പ്ലീസ് at least remember this every day morning. May God help me to receive in the heart. May God help me to give from the heart. Thank you.